അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ആമോസ് 5-ാം അധ്യായം 4-14 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പിൻ. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കും. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. ഇസ്രായേൽ ഗൃഹത്തോടാണ് ആമോസ് യഹോവയുടെ അരുളപ്പാട് അറിയിക്കുന്നത്. ജനം വലിയ പാപത്തിലും വിഗ്രഹ ആരാധനയിലും ജീവിച്ചിരുന്ന കാലം, സാമ്പത്തികമായി വളരെ ഉന്നതി പ്രാപിച്ചിരുന്ന സമയം, ദൈവം അവർക്ക് കൊടുക്കുന്ന ഭൗതിക നന്മകൾ ആഡംബരത്തിനായും അസാൻമാർഗിക ജീവിതത്തിനായും ചിലവഴിച്ചിരുന്ന കാലം, ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ബാലിനെയും യഹോവയുടെ നാമത്തിൽ എന്നു പറഞ്ഞ് കാളക്കുട്ടിയെയും ആരാധിക്കുന്ന കാലം, ദൈവത്തിൻ്റെ ക്ഷമയുടെ അവസാന സമയത്ത് കർത്താവ് ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമായ ആമോസിനെ ഇസ്രായേൽ ഗൃഹത്തോട് ദൂതറിയിക്കുവാനായി അയച്ചു. ശലോമോൻ്റെ കാലത്തെന്ന പോലെ വലിയ സമ്പന്നതയിൽ രാജ്യവും ജനങ്ങളും എത്തിച്ചേർന്നിരുന്ന സമയമായിരുന്നു അത്. സൈനികമായി വൻ ശക്തിയായി തീർന്നിരുന്ന കാലത്ത് ആമോസ് ഇസ്രായേലിനെ നോക്കി ചരമഗീതം അഥവാ വിലാപഗീതം പാടുകയാണെന്ന് ആമോസ് 5-ാം അധ്യായം 1-ാം വാക്യം വെളിപ്പെടുത്തുന്നു. സാമ്പത്തികമായും സൈനികമായും വളരെ മുൻപന്തിയിലാണ് അന്ന് ഇസ്രായേൽ രാജ്യം ആയിരുന്നത്. പാപത്തിൻ്റെ കാര്യത്തിലും അവർ മുൻപന്തിയിൽ തന്നെയായിരുന്നു. കാലാകാലങ്ങളായി ദൈവം ജനത്തെ മാനസാന്തരത്തിന് വിളിച്ചിരുന്നെങ്കിലും അവരുടെ സമ്പൽ സമൃദ്ധി അവരെ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ സമ്മതിച്ചില്ല. കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നത് മൂലം രാജാവും ജനവും ചിന്തിച്ചു, ദൈവം അവരോടുകൂടെ ഉള്ളതുകൊണ്ടാണ് അവർ സാമ്പത്തികമായും സൈനികമായും വളർച്ച പ്രാപിക്കുന്നതെന്ന്. അപ്പോൾ തന്നെ മ്ലേച്ഛതകളിലേക്കും വിഗ്രഹങ്ങളിലേക്കും അവർ നിയന്ത്രണമില്ലാതെ പോവുകയും സാധുജനത്തെ പീഡിപ്പിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ അരുളപ്പാട് ആമോസ് അറിയിച്ചെങ്കിലും ജനപ്രവാചക ശബ്ദത്തെ അനുസരിച്ചില്ല. ഒടുവിൽ അശ്ശൂർ രാജാവ് വന്ന് ഇസ്രായേലിനെ അടിമകളാക്കി അശ്ശൂരിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. ജനം അവിടെ വളരെ കഷ്ടത്തിലാവുകയും ചെയ്തു. ഈ ഭാഗത്തു നിന്നും നമുക്കുള്ള സന്ദേശം എന്തെന്നാൽ, കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയാലോ, സാമ്പത്തികമായി അഭ്യുദയം പ്രാപിച്ചാലോ, രോഗമോ ദുഃഖമോ യാതൊരു പ്രതികൂലമോ ഇല്ലാതെ നമുക്ക് സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിഞ്ഞാലോ, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ശരിയായ രീതിയിലാണെന്ന് നാം ചിന്തിക്കരുത്. ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ നമ്മെ നിയന്ത്രിക്കുമ്പോൾ നാം ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും വലിയ സന്തോഷവും സമാധാനവുമായിരിക്കും നമുക്കുള്ളത്. ആ സന്തോഷം ജഡത്തിലെ സന്തോഷവും ആ സമാധാനം താൽക്കാലിക സമാധാനവുമാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവകൽപ്പനകൾ അനുസരിച്ച് നാം പാപം ചെയ്യാതെ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം രക്ഷയുടെ സന്തോഷവും ദൈവം നമുക്ക് തരുന്ന സമാധാനം ശാശ്വത സമാധാനവും നിർഭയവാസവുമാകുന്നു. ദൈവത്തെ അനുസരിക്കാത്ത വ്യക്തികളെ ഇന്നും ദൈവം ഉപദേശിക്കുന്നത്, നീ മനം തിരിയുമെങ്കിൽ, മാനസാന്തരപ്പെടുമെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്നാണ്. ദൈവശബ്ദമാണ് നാം കേൾക്കുന്നത്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്നും നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല എന്ന് യിരെമ്യാ പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ യഹൂദ രാജ്യവും ഇസ്രായേൽ രാജ്യവും അവരുടെ മ്ലേച്ഛ വിഗ്രഹമാകട്ടെ മലിനതയാകട്ടെ വിട്ടുകളഞ്ഞില്ല എന്ന് തന്നെയല്ല, അവരോട് ദൂതറിയിച്ച പ്രവാചകന്മാരിൽ ചിലരെ കൊന്നു, ചിലരെ തടവിലാക്കി, ചിലരെ ഓടിച്ചു കളഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിച്ചവരെ ജനവും രാജാവും കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്തെങ്കിലും ദൈവം അറിയിച്ചതുപോലെ തന്നെ ഒടുക്കം മത്സരികളും പാപത്തിൽ സുഖിച്ചുകൊണ്ടിരുന്നവരുമായ ജനത്തെയും അവരുടെ രാജാക്കന്മാരെയും ബാബേൽ രാജാവും അശ്ശൂർ രാജാവും അവരുടെ പട്ടാളക്കാരും ചിലരെ കൊന്നു, ചിലരെ അടിമകളാക്കി തീർത്തു. എല്ലാ കാലത്തും ദൈവം പാപമുള്ള ദേശത്തിന്മേലും വ്യക്തികളിന്മേലും ദൃഷ്ടി വെച്ച് അവരെ ഉപദേശിക്കുകയും അനുസരിച്ചാൽ അവരെ രക്ഷിക്കുകയും അനുസരണക്കേട് കാണിച്ചാൽ മറ്റു രാജ്യങ്ങളെ ഉപയോഗിച്ച് ശിക്ഷിക്കുകയും ചെയ്യാറുണ്ട്. നാം കേട്ട കാര്യങ്ങളെല്ലാം നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി എഴുതി വച്ചിരിക്കുന്നു. നാം പഴയ നിയമ ഇസ്രായേൽ അല്ല, എങ്കിലും പുതിയ നിയമ ഇസ്രായേലാണ്. പഴയ നിയമ ഇസ്രായേൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചാൽ അവരെ ദൈവം മറ്റ് രാജ്യങ്ങളിലേക്ക് അടിമകളാക്കി അയച്ചിരുന്നു. എന്നാൽ പുതിയ നിയമ ഇസ്രായേലായ നാം ദൈവവചനത്തിനെതിരെ ജീവിച്ചാൽ ദൈവ സാന്നിധ്യം നമ്മെ വിട്ടുപോകുന്നു. വെളിച്ചമില്ലാത്ത അവസ്ഥയാണ് ഇരുൾ.
അതുപോലെ തന്നെ യഥാർത്ഥ വെളിച്ചമായ ദൈവസാന്നിധ്യം ഇല്ലാത്ത നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥ ഇരുളായ സാത്താൻ കയറി ഇരിക്കുന്നു. നാം പാപം ചെയ്താൽ നമ്മിൽ പ്രവേശിക്കുവാൻ സാത്താന് നിഷ്പ്രയാസം കഴിയുമെന്ന് നാം ഓർക്കണം. യേശുവിന് സമീപയാണ് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ പെസഹ കഴിപ്പാൻ ഇരുന്നിരുന്നത്. എന്നിട്ടും അവനിൽ സാത്താൻ കടന്നു എന്ന ഒരു വാക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 27-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 27-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗമാണ് നാം കേട്ടത്. എന്തുകൊണ്ടാണ് അവനിൽ സാത്താൻ കടന്നത്? തൊട്ടരികിൽ യേശു ഇരുന്നിരുന്നു. എന്നിട്ടും സാത്താൻ കടക്കുവാൻ ഇടയായത് യൂദായുടെ പാപമായിരുന്നു. നിഷ്കളങ്കനും പരിശുദ്ധനുമായ യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിനുള്ള 30 വെള്ളിക്കാശ് അപ്പകണ്ഠം യേശുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുമ്പോൾ യൂദായുടെ പോക്കറ്റിൽ കിടന്ന് കിളങ്ങുന്നുണ്ടായിരുന്നു. നമ്മിൽ പാപമുണ്ടെങ്കിൽ സാത്താൻ നമ്മിൽ പ്രവേശിക്കും. ആകയാൽ പാപം ചെയ്ത് ദൈവസാന്നിധ്യം നഷ്ടപ്പെടാതെ നാം സൂക്ഷിക്കണം. തന്നെയുമല്ല, നാം യേശുവിൻ്റെ അഥവാ യഹോവയുടെ അടുക്കിലേക്ക് തിരിയണം. എന്നാൽ നാം അനുഗ്രഹം പ്രാപിക്കും. നാം തിരിയണമെങ്കിൽ നിശ്ചയമായും നമ്മുടെ പഴയ സ്വഭാവം ഉപേക്ഷിക്കണം. നാം നമ്മുടെ പാപം ഏറ്റുപറഞ്ഞാൽ യേശു നമ്മുടെ പാപം ക്ഷമിക്കുകയും പാപ സ്വഭാവം അഥവാ സിൻഫുൾ നേച്ചർ നമ്മിൽ നിന്നും നീക്കുകയും ചെയ്യും. നാം ദൈവത്തെ അന്വേഷിക്കണം. പാപവഴി അന്വേഷിക്കുന്ന, തിന്മയുടെ പാത അന്വേഷിക്കുന്ന അനേകർ ലോകത്തിലുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. അതുപോലെ തന്നെ ദൈവം നമ്മെ പാപത്തിൽ നിന്നും അകറ്റും. നമുക്ക് ദൈവത്തോട് അടുത്ത് ചെല്ലണമെങ്കിൽ നാം വചനം വായിക്കുന്നവരും വചനം അനുസരിക്കുന്നവരുമായി തീരണം. എന്നാൽ നാം പാപം ചെയ്യാതെ വണ്ണം വചനം നമ്മെ സൂക്ഷിക്കും. അതുകൊണ്ടാണ് ദാവീദ് 119-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശാരീരിക മരണമോ ആത്മീക മരണമോ സംഭവിക്കാതെ നാം ജീവിച്ചിരിക്കേണ്ടതിന് നാം തിന്മയല്ല നന്മ തന്നെ അന്വേഷിക്കണം. നന്മയാൽ തിന്മയെ ജയിക്കണം. തിന്മയെ വെറുക്കണം. നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. നാം അപ്രകാരം ദൈവം പ്രസാദിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ നിശ്ചയമായും കർത്താവ് നമ്മിൽ വസിക്കും. ഗിദെയോൻ ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു. ദൂതൻ അവനോട് പറഞ്ഞത്, പരാക്രമശാലിയെ യഹോവ നിന്നോട് കൂടെയുണ്ട്. യഹോവ ഗിദെയോനോട് കൂടെ ഉണ്ടായിരുന്നതിനാലാണ് അവൻ്റെ കോതമ്പ് മിദ്യാനർ കണ്ടുപിടിക്കാതിരുന്നത്. അവൻ മെതിക്കുന്നത് മുന്തിരിച്ചക്കിനടുത്ത് വെച്ചാണ്. എല്ലാ ഇസ്രയേലരുടെയും കോതമ്പും കൃഷിയും മിദ്യാന്യർ കൂട്ടത്തോടെ വന്ന് അപഹരിച്ചപ്പോൾ ഗിദെയോന് ദൈവം സംരക്ഷണം നൽകി. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. നാം ദൈവത്തിന് യോഗ്യമായി ജീവിച്ച് അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിപ്പാൻ അവസരം കൊടുത്താൽ നാം യുദ്ധം ചെയ്യേണ്ടി വരികയില്ല. കാരണം യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു. ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങളെല്ലാം നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കൊടുക്കാമെങ്കിൽ പ്രശ്നക്കാരുടെ പ്രശ്നത്തിലാവുകയും നാം ജയത്തോടെ മുന്നേറുകയും ചെയ്യും. ആകയാൽ ദൈവേഷ്ടം മനസ്സോടെ ചെയ്ത് സ്വർഗസ്ഥനായ നമ്മുടെ നല്ല പിതാവിൻ്റെ പ്രിയമക്കളായി നമുക്ക് ജീവിക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ അങ്ങയെ തിരിച്ചറിയുവാൻ തക്ക കൃപ അങ്ങയുടെ മക്കൾക്ക് അങ്ങ് നൽകി കൊടുക്കണമേ. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. വിവാഹപ്രായമായി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് തക്കതായ തുണകളെ അങ്ങ് നൽകി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.